സംഭവം 2003-ലാണ്. കെവിൻ മാനിസ് എന്നൊരു വ്യക്തി ഈബേയിൽ ഒരു വുഡൻ വൈൻ ക്യാബിനറ്റ് വിൽക്കാനിടുന്നു. സാധാരണ ഒരു വൈൻ ക്യാബിനറ്റ് അല്ല, ജൂയിഷ് ഫോക്ലോറുകളിൽ പറയപ്പെടുന്ന ഡിബൂക്കിനെ അടച്ചു വെച്ചിരിക്കുന്ന ബാധ കൂടിയ ഒരു പെട്ടി. 2001-ൽ ഹവേല എന്നൊരു സ്ത്രീയുടെ അടുത്ത് നിന്ന് കെവിൻ ഡിബൂക്ക് ബോക്സ് വാങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങൾ പരസ്യത്തിൽ വിശദീകരിച്ചിരുന്നു. ഒരിക്കൽ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അതിലെ ആത്മാവ് പുറത്തു വന്ന് ബോക്സിന്റെ ഓണറെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. കെവിൻ മാനിസിന്റെ പരസ്യവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ പറ്റിയുള്ള വിശദീകരണവും ഒക്കെ കണ്ട് ജേസൺ എന്നൊരു മ്യൂസിയം ഡയറക്ടർ ഡിബൂക്ക് ബോക്സ് പർച്ചേസ് ചെയ്തു. തുടർന്ന് ബ്ലീഡിംഗ് ഐസ്, സ്കിൻ റാഷസ്, വയലന്റ് ഡ്രീംസ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുമായിട്ട് അങ്ങേര് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പിന്നങ്ങോട്ട് കാട്ടുതീ പോലെ ഡിബൂക്ക് ബോക്സിനെ പറ്റിയുള്ള വാർത്ത പടർന്നു. 2012-ൽ ഈ ഒരു കൺസെപ്റ്റിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ദി പൊസഷൻ. നമ്മുടെ മലയാളം മൂവി എസ്ര ഇതേ ഡിബൂക്ക് ബോക്സുമായിട്ട് ബന്ധപ്പെട്ട ഹോണ്ടിങ് സ്റ്റോറിയാണ് പറയുന്നത്. ദി പൊസഷൻ എന്ന മൂവിയുടെ ചിത്രീകരണത്തിനിടെയും വിചിത്രമായ ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷൂട്ടിനിടെ ഫ്ലോറസൻ ലൈറ്റുകൾ പൊട്ടിത്തെറിച്ചു, ക്ലോസ്ഡ് സെറ്റിൽ എവിടെ നിന്നില്ലാതെ തണുത്ത കാറ്റുണ്ടായി. സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ഡിബൂക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടി സൂക്ഷിച്ചിരുന്ന സ്റ്റോറേജ് യൂണിറ്റിൽ തീ പടർന്ന് കത്തി നശിച്ചു. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പല കഥകൾ 2021-ൽ കെവിൻ മാനിസ് സത്യം തുറന്നു പറയുന്നതുവരെ ഓടി. വർഷങ്ങൾക്ക് മുമ്പ് 2003-ൽ അവന്റെ കയ്യിലുള്ള വൈൻ ബോക്സ് ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി അവനുണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാണിതെല്ലാം. പിന്നെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയും ഡിബൂക്ക് ബോക്സ് വാങ്ങിയവർ മറ്റു പല ആവശ്യങ്ങൾക്കും കഥകൾ പല രീതിയിൽ പ്രചരിപ്പിച്ചു.